ബിഗ് ബോസിൻ്റെ ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ 8 കണ്ടസ്റ്റൻസ് ആണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. അവരുടെ എവിക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായിട്ടാണ് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ്, സാറ്റർഡേയും സൺഡേയും. അതിൽ ഒരു സെറ്റ് എവിക്ഷൻ സാറ്റർഡേ ആയിരിക്കും, രണ്ടാമത്തെ സെറ്റ് സൺഡേ ആയിരിക്കും. അപ്പോൾ 4 പേര് വെച്ചിട്ടായിരിക്കും എവിക്ഷൻ. അപ്പോൾ ആദ്യത്തെ സെറ്റിൽ ജിൻഡു, അഭിഷേക്, ജാസ്മിൻ, അപ്സര എന്നിവരാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് അപ്സര ഔട്ടാവും എന്നാണ് നമുക്ക് കിട്ടിയൊരു വിവരം. പിന്നെ അടുത്ത സെറ്റ് വരുന്നത് ശ്രീതു, അർജുൻ, ഋഷി, അൻസിബ എന്നിവരാണ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ എപ്പോഴും നമ്മൾ എവിക്ഷൻ പ്രോസസ്സ് നോക്കിയാൽ അറിയാം, ലാസ്റ്റ് വരുമ്പോഴേക്കും ബിഗ് ബോസ് ഒരു കോമ്പോസ് ആയിട്ടായിരിക്കും എവിക്ഷൻ പ്രോസസ്സിലേക്ക് ടാസ്ക് ചെയ്യാനും മറ്റും വിളിക്കുന്നത്. കൂടുതലായി ഇപ്പോൾ നമ്മൾ റെസ്മിൻ ഔട്ടായി പോയപ്പോൾ റെസ്മിനും ജാസ്മിനും ആയിരുന്നു ലാസ്റ്റ് വന്നത്. അത് വരുമ്പോൾ ഗബ്രി ഔട്ടായി പോയപ്പോൾ ഗബ്രിയും ജാസ്മിനും അതുപോലെ അൻസിബയും ഋഷിയായിരുന്നു വരുന്നത്. അപ്പോൾ ഇത്തവണയും അതുപോലെ ശ്രീതു, അർജുൻ, അൻസിബ, ഋഷി എന്നിവരായിട്ടാണ് ടാസ്ക് വരാൻ പോകുന്നത്, എവിക്ഷൻ പ്രോസസ്സ് വരാൻ പോകുന്നത്. ആക്ടിവിറ്റി ഏരിയയിലായിരിക്കും ഈ എവിക്ഷൻ പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെറ്റിൽ വന്നിട്ട് അപ്സരയാണ് ഔട്ടായെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയ വിവരം. സെക്കൻഡ് സെറ്റിൽ വരുമ്പോൾ ശ്രീതു ആണ് ഔട്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസുള്ള കണ്ടസ്റ്റൻറ്റ്. അതിനുശേഷം ഋഷി, പിന്നെ അൻസിബ എന്നുള്ള ഓർഡറിലാണ് നമുക്ക് ഡേഞ്ചർ സോൺ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അർജുൻ എന്തായാലും സേവ്ഡ് ആണ്. അർജുൻ, ജാസ്മിൻ, ജിൻഡു, അഭിഷേക് എന്തായാലും സേവ്ഡ് ആണ്. ബാക്കി 4 പേരുടെ കാര്യത്തിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ. അതിലെന്തായാലും അപ്സര ഔട്ടാവും. അതിനുശേഷം ശ്രീതു ആണോ അൻസിബയാണോ ഋഷിയാണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. മേ ബി ചിലപ്പോൾ അത് സിംഗിൾ എവിക്ഷൻ മാത്രം ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അർജുൻ, ശ്രീതു, ഋഷി, അൻസിബ എന്നിവർ സേവ്ഡ് ആവും. എന്തായാലും പ്രമോ കുറച്ച് കഴിയുമ്പോഴേക്കും വരും, നമുക്ക് കാണാം.